Welcome back. Now we are doing question number 4 onwards from exercise 7.2. Okay, question number 4. Find the ratio in which the line segment joining the points negative 3, 10 and 6, negative 8 is divided by negative 1, 6. Here I have drawn the figure. The line segment AB, the coordinates of A and B are given to you, and a point P, the coordinates of P also given to you, and that point divides the line segment AB, and we want to find out the ratio of the division. Okay, അപ്പോൾ നമുക്ക് ഇവിടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റ് പി ലൈൻ സെഗ്മെന്റ് എ ബിയെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കാൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് തന്നിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ റേഷ്യോ തന്നിട്ടാണെങ്കിൽ ഈ കോർഡിനേറ്റ്സ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ സെക്ഷൻ ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പം റേഷ്യോ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനും നമ്മൾ സെക്ഷൻ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ, then you take the ratio as k:1. നമുക്ക് റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആ റേഷ്യോ നമുക്ക് k:1 എടുക്കാം. എന്നിട്ട് ആ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് റേഷ്യോ കിട്ടി. ഓക്കെ, ബട്ട് വി ആർ യൂസിങ് സെക്ഷൻ ഫോർമുല. ആ സെക്ഷൻ ഫോർമുലയിൽ തന്നെയാണ് ഈ m1 m2ന് പകരം നമ്മൾ k and 1. We are using k and 1 instead of m1 and m2. The other things are same. ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സെക്ഷൻ ഫോർമുല എങ്ങനെയായിട്ട് മാറും? ഈ കെയും വണ്ണും വരുന്ന സമയത്ത് ഈ m1ന് പകരം നമുക്ക് k വന്നു. അപ്പോൾ kx2 പ്ലസ് 1 ഇൻറ്റു x1, അതായത് x1 ബൈ k പ്ലസ് 1. ദെൻ ky2 പ്ലസ് y1 by k plus 1. So നമ്മൾ k:1 എന്ന റേഷ്യോ എടുക്കുമ്പോൾ സെക്ഷൻ ഫോർമുല ഇങ്ങനെ ചേഞ്ച് ആവും. ഓക്കെ, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ദാറ്റ് ദ പോയിന്റ് P divides the line segment in the ratio k:1. That means the point നെഗറ്റീവ്, അതായത് ഈ k, this value is -1, this is 6. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് ആ -1നോട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് കണ്ടിട്ട് 6നോട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കെയുടെ വാല്യൂ കിട്ടിക്കോളും. ഓക്കെ, ഓക്കെ, look here. When you give the values, you will get like this. നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഒന്നുമില്ല, ആ സെക്ഷൻ ഫോർമുലയിൽ നമ്മൾ ഈ m1 m2ന് പകരം kയും 1ഉം കൊടുക്കുക. അത്ര മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഹിയർ kx2, that means k into 6 plus x1, that is -3 by k plus 1, that is the x coordinate. Then the y coordinate is ky2, that is k into -8 plus y1, that is 10 by k plus 1, that is the y coordinate. ഇനി ഇക്വേറ്റ് ചെയ്യും. either you equate this to this or you equate the y coordinate to this. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ചെയ്യാം. ഓക്കെ, equating 6k minus 3 by k plus 1 is equal to -1. And cross multiply 6k minus 3 is equal to -1 into k plus 1. Okay, this 6k minus 3 is equal to -k minus 1. Then take k to this side, that means 6k plus k is equal to -1 plus 3. It is 7k is equal to 2. -1 plus 3 is 2. That is k is equal to 2 by 7. What is the ratio? We have taken the ratio as k:1. That means k we got 2 by 7. So the required ratio is ratio 2 by 7 is to 1. That is, eliminating 2 by 7 is to 1 എന്താണ്? 2 is to 7. The ratio. Question number 5. Find the ratio in which the line segment joining A1 -5 and B -4, 5 is divided by x-axis. Okay, here a line segment is given to you. AB എന്നൊരു ലൈൻ സെഗ്മെന്റ്, അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് 1 -5 and -4, 5, and this line segment is divided by x-axis.
അപ്പോൾ എക്സ് ആക്സിസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും ആ കോർഡിനേറ്റ്സ്? ഓൺ എക്സ് ആക്സിസ് all y coordinates are 0. The point on x axis can be taken as x0. ഏത് പോയിന്റ് ആണെങ്കിലും ആ പോയിന്റ് നമ്മൾ അതിൻ്റെ കോർഡിനേറ്റ്സ് x0 എന്നാണ് എടുക്കുക. ഇവിടെ നമുക്ക് ആ പോയിന്റ് പി എന്നെടുക്കാം. ഓക്കെ, ദ പോയിന്റ് ഇസ് പി ആൻഡ് ദ കോർഡിനേറ്റ്സ് ആർ x0. ഓക്കെ, വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ where this point dividing the line segment AB. ഓക്കെ, സോ റേഷ്യോ എങ്ങനെ നമ്മൾ എടുക്കുക? റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ take the ratio as k:1. k:1 എന്ന റേഷ്യോ എടുക്കുക. എന്നിട്ട് എന്താണ് ഫോർമുല? ഏതാ ഫോർമുല? kx2 plus x1 by k+1. That is the x coordinate, and the y coordinate is ky2 plus y1 by k+1. This is the x coordinate, and this is the x coordinate, and this is the y coordinate. Here what is x coordinate? X coordinate is x, we don't know. The value of x we don't know. Y coordinate we know, that is 0. Okay, now find out this and equate that to 0. So now answer നോക്കാം. Okay, see, look at the formula. If the ratio is k:1, that is kx2 plus x1 by k+1, ky2 plus y1 by k+1, then k into x2, that is x2 is -4. k into -4 plus x1 is 1 divided by k+1, and ky2, that is k into y2, that is k into 5 into 2 plus y1, that is -5 by k+1. So this is the x coordinate and this is the y coordinate. That means here this is the x coordinate and this is the y coordinate. Now the x coordinate also you don't know. The value of the x coordinate we don't know, but the value of y coordinate we know, that is 0. അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്നത് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, y coordinate ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. Then equating y coordinate you will get 5k minus 5 by k+1 is equal to 0. Then 5k minus 5 is equal to 0 into k+1, that is 0. It is 5k is equal to, take this 5 to that side, that means 5k is equal to 5. K is equal to 5 by 5, that is 1. That means the ratio is k:1. നമ്മൾ എടുത്തിരിക്കുന്ന റേഷ്യോ k:1 എന്നാണ് അല്ലേ? k:1 ആണ്. അപ്പോൾ ഈ kയുടെ വാല്യൂ നമുക്ക് 1 കിട്ടി. അപ്പോൾ നമുക്ക് 1:1. The ratio is 1:1. The second part is find the coordinate of the point of division. That means we want to find out this coordinate. That means px0 എന്നുള്ളത് ഈ കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ 0 y coordinate we know, that is 0, but the x coordinate you have to find out. So the x coordinate, this is the x coordinate, and you know the value of k. ആ kയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് x coordinate കിട്ടി. ഓക്കെ, സോ x is equal to -4k plus 1 by k+1. Okay, we know k is 1. അപ്പോൾ നമുക്ക് -4 into 1 plus 1 by 1 plus 1. Okay, it is x is equal to -4 plus 1 by 2. It is x is equal to -3 by 2. So the coordinate of the point of division, that means this point is, this is -3 by 2 and this is 0. -3 by 2 is 0. Now question number 6. If 1, 2, 4, y, x, 6 and 3, 5 are the vertices of a parallelogram taken in order, find x and y. Here I have drawn the figure. And what do you know about a parallelogram? Parallelogram properties നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? So for a parallelogram, the diagonals bisect. Okay, here BD and AC bisect. That means O is the, here these two diagonals bisecting at the point O. Okay, so that means O is the midpoint of AC and O is the midpoint of BD, isn't it? That means midpoint of AC and midpoint of BD are equal, isn't it? അല്ല, ഇവിടെ O ആണ് AC-യുടെയും BD-യുടെയും midpoint. അപ്പോൾ midpoint of AC and midpoint of BD are equal. Okay, then you write that first. Then you know the formula for finding midpoint in coordinate geometry.
ഇല്ല, മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. x1 plus x2/2, that is the x coordinate, and y1 plus y2/2, that is the y coordinate. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക, എ സിയുടെ. അതുപോലെ തന്നെ ബി ഡിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ആ രണ്ടിൻ്റെ മിഡ് പോയിന്റ് എന്താണ്? ഒന്ന് തന്നെയാണ്. ഒ എന്ന പോയിന്റ് തന്നെയാണ് എ സിയുടെയും ബി ഡിയുടെ മിഡ് പോയിന്റ്. അത് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ബി ഡി. Formula for finding midpoint: x1 plus x2/2, y1 plus y2/2. That's midpoint kണ്ടുപിടിക്കാനുള്ള formula. So midpoint of BD means, so BD is equal to x1 plus x2/2. That means 4 plus 3/2. It is 7/2. Then y1 plus y2/2. That is y plus 5/2. This is the midpoint of BD. Okay, and the midpoint of AC. What is midpoint of AC? x1 plus x2/2. That means 1 plus x/2. Then y1 plus y2/2. That is 2 plus 6/2. So that is 1 plus x/2, and 6 plus 2 is 8. 8/2, 4. Okay, now so these two midpoints are same. That means x coordinates will be same and y coordinates will be same. Equate x coordinate and y coordinate separately. That means 7/2 is equal to 1 plus x/2. Look here, these 2 and 2 get cancelled. That means 1 plus x is equal to 7. X is equal to 7 minus 1, that is 6. Then y plus 5/2 is equal to 4. That is y plus 5 is equal to 4 into 2, that is 8. That is y is equal to 8 minus 5, that is 3. Question number 7. Find the coordinates of the point A, where AB is the diameter of a circle whose center is 2, -3, and B is 1/4. That means O is the center of the circle and AB is the diameter, and we know that the center of the circle is the midpoint of the diameter. Okay, that means O is the midpoint of the line segment AB. So you can use the formula of the coordinates of midpoint. That is x1 plus x2/2, y1 plus y2/2. That means x plus 1/2 is 2, and y plus 4/2 is this -3. Okay, look here. Coordinates of O: x1 plus 1/2, y plus 4/2, y plus 4/2. That means coordinates of O, we know that is 2 and -3. Write that 2 is x plus 1/2 and -3 is y plus 4/2. Equate. Then x plus 1/2 is equal to 2, x plus 1 is equal to 2 into 2, that is 4. X is equal to 4 minus 1, x is equal to 3. Then equating these two, -3 is equal to y plus 4/2. Then minus 3 into 2 is y plus 4. That is, now take this y to this side, that means -6 minus 4 is equal to y, that is -10. Y is equal to -10. That means x is equal to 3 and y is equal to -10. That means coordinates of A is 3 and -10.